മല്ലികത്തോട്ടം കാണാൻ പോവുകയാണ്. ഇതിനു വേണ്ടി ഒരുങ്ങി നിൽക്കുകയാണ്. ഞാനും ജാനി അച്ഛന്റെ ഒപ്പം. ഇതും ലച്ചും ചെറിയ അച്ഛന്റെ ഒപ്പാണ് പോണത്. വീഡിയോ എടുക്കണ കണ്ടപ്പോ ലച്ചുവിന് ചെറിയ നാണൊക്കെ വന്നു. ഈ സമയം ഞാനും ജിത്തും ഗെയിം കളിക്കായിരുന്നു. അമ്മ സ്കൂട്ടിയിൽ ഞങ്ങളുടെ മുമ്പ് ഇറങ്ങി. മമ്മി ഉണ്ട് ഞങ്ങളുടെ ഒപ്പം പൂന്തോട്ടം കാണാൻ പോരാന്. അമ്മമ്മി നേരത്തെ തന്നെ എത്തി. ഞങ്ങളെ കാത്തിരിക്കുകയായിരുന്നു. എന്തൊരു തിരക്കായിരുന്നു അറിയോ അവിടെ. കൂടല്ലൂരത്തെ മല്ലികത്തോട്ടം കാണാൻ പോവാൻ വിചാരിച്ചിരുന്നു. അത് സാധിച്ചില്ല. ഈ മല്ലികത്തോട്ടെങ്കിലും കാണാലോ. കെട്ടെടുക്കാൻ നീണ്ട ക്യൂ ആണ്. അവിടെ ഇല്ലാത്ത കച്ചവടങ്ങളില്ല. ഈ ഹൈഡ്രജൻ ബലൂണിലാണ് ജാനി അല്ലും കണ്ണു വെച്ചത്. നിങ്ങൾക്കൊന്നും അവിടെ ടിക്കറ്റ് വേണ്ട. എനിക്കും ടിക്കറ്റ് എടുത്തില്ല. ഉള്ളിലേക്ക് കേറിയപ്പോഴോ അതൊരു കാഴ്ച തന്നെയായിരുന്നു. മഞ്ഞ കളറിലും ഓറഞ്ച് കളറിലാണ് മല്ലികപ്പൂക്കൾ. വൈകുന്നേരം ആയതുകൊണ്ട് തന്നെ വെയിലും ഇല്ല, നല്ല ആളുകളും. ഇതേപോലത്തെ മല്ലികത്തോട്ടം ഞങ്ങൾ കാണാൻ കഴിഞ്ഞ ഓണത്തിന് പോയിരുന്നു. അത് പൂക്കോട്ടുംപാടത്തായിരുന്നു. അതിന്റെ ഇടയിൽ സൂര്യകാന്തി ഉണ്ടായിരുന്നു. എല്ലാവരും ഫോട്ടോയും വീഡിയോ എടുക്കുന്ന തിരക്കിലാണ്. ചെറിയച്ഛനും ഞങ്ങൾ ഒരുമിച്ചല്ല വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. കഴിഞ്ഞപ്പോ അതാ അവര് വരുന്നു. അങ്ങനെ അവരെയും നിർത്തി ഞങ്ങൾ ഒരുപാട് ഫോട്ടോസ് എടുത്തു. സമയത്ത് എങ്ങനെയോ അല്ലുവിനെ ആ ഹൈഡ്രജൻ ബലൂണിന്റെ ഓർമ്മ കിട്ടി. പിന്നീട് അവൾക്ക് വാശി അത് വേണമെന്നും പറഞ്ഞിട്ടായിരുന്നു. പിന്നെ അവൾ അമ്മമ്മയ്ക്ക് ഒരു സൗകര്യം കൊടുത്തില്ല. ഞാൻ എന്തൊക്കെയോ പറഞ്ഞ അവളെ നിർത്തി. പൂക്കളെയൊക്കെ ഇങ്ങനെ ഒന്ന് കണ്ടു നിൽക്കാൻ നല്ല വൈബാണ്. ഇടയ്ക്ക് ജാനിക്ക് അവിടുന്ന് ഒരു പൂവ് വീണ് കിട്ടി. കുറച്ചതൊന്നും അല്ല, അത് അവിടെ വീണ് കിടക്കുന്നതാണ്. വയ്ക്കാൻ വേണ്ടിയല്ല, ഞാനൊരു പൂ തൊട്ടു. അപ്പോഴേക്കും എന്നെ അമ്മ അത് നോട്ടം നോക്കി. ഇതിൽ എങ്ങനെ എത്ര പൂക്കളാണ് നശിച്ചു കിടക്കുന്നത്. ഇതിനുള്ളിലേക്ക് കയറാതിരിക്കാൻ കയറ് കെട്ടിയിട്ടുണ്ട്. പക്ഷെ എന്നാലും ആളുകൾ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഇതിനുള്ളിലേക്ക് കയറിയിട്ടാണ് ഇങ്ങനെയും പൂക്കൾ നശിക്കുന്നത്. ഈ ഭാഗത്ത് മാത്രമല്ല, ലജ്ജ സ്ഥലങ്ങളിൽ പൂക്കൾ നശിച്ചു കിടക്കുന്നുണ്ട്. ഞങ്ങളുടെ പതിവ് ഫേവറേറ്റ് ഐസ്ക്രീം കഴിച്ചു. അപ്പോൾ ഉപ്പിലിട്ട് കഴിച്ചു. വണ്ടി കുറെ ദൂരത്തായിരുന്നു പാർക്ക് ചെയ്തത്. അമ്മമ്മേനെ വീട്ടിലാക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളെല്ലാരും അമ്മമ്മേന്റെ വീട്ടിലേക്ക് പോയി. അമ്മയത്താണ് ശശിമാമും ചേച്ചിമാരും വരുന്നുണ്ട് പറഞ്ഞത്. അവരും കൂടി വന്നിട്ട് അവരെ കണ്ടു പോവാം വിചാരിച്ചിട്ട് അവരെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഞാൻ ടിവിയിൽ സിനിമ കണ്ടിരിക്കുകയാണ്. ഹായ്.